ഇന്നത്തെ വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ ടൈമിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ ടൈമിംഗ്? ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായൊരു എക്സാമ്പിൾ പ്രകൃതിയെ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ക്രിയേഷൻ ഉണ്ട്. നമുക്ക് പ്രപഞ്ചം എന്ന് പോകണ്ട, പ്രകൃതി എന്ന് പോവാം. ഭൂമിയിൽ തൽക്കാലം നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന പ്രകൃതി എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്രിയേഷനെ മാത്രം നമുക്ക് നോക്കിയിട്ട് പോകാം. ഇവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്, പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്, നമ്മൾ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരുപാട് ക്രിയേഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വളർച്ച സെയിമാണോ? അതാലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളൊരു വിത്ത് പാകുന്നു, അതുപോലെ ഒരു ചെടി നടന്നു. എത്രയോ ചെടികളുണ്ട്. നമ്മളെല്ലാം കറക്റ്റായിട്ട് ഒരേ സ്ഥലത്ത് ഈക്വൽ സൺലൈറ്റ് കിട്ടുന്ന പ്രോപ്പറായ ഫെർട്ടിലൈസേഴ്സ് കൊടുത്ത് വളർത്തിയാൽ പോലും ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. അതിനെയാണ് ടൈമിംഗ് എന്ന് പറയുക. അത് വളർന്ന് വലുതായി നമ്മൾക്കൊരു ഫ്രൂട്ട് തരണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ കംപ്ലീഷനിൽ എത്തണമെങ്കിൽ അതിന് പ്രോപ്പറായ ടൈമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ ഡിസയേഴ്സിനും ഒരു സമയമുണ്ട്. അതിനാണ് ഡെസ്റ്റിനി എന്ന് പറയാം. ആ ഡെസ്റ്റിനി ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്രയൊക്കെ മാനിഫെസ്റ്റേഷൻ നോക്കിയാലും, എത്ര നമുക്ക് പ്രാണിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും കൃത്യമായ സമയമുണ്ട്. അതാണ് മാനിഫെസ്റ്റേഷൻ ടൈമിംഗ്. പക്ഷെ ചില സമയത്ത് വളരെ റെയറായ സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ഈ ടൈമിങ്ങിനെ കട്ട് ചെയ്തു പോകാൻ സാധിക്കും. അതായത് 10 വർഷത്തിന് ശേഷം മാനിഫെസ്റ്റ് ആകാൻ പോകുന്ന ഒരു കാര്യത്തെ 5 വർഷത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ നമ്മൾക്കൊരു സ്പെഷ്യലായ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായ ഒരു മെൻ്റൽ ഷിഫ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ടൈമിങ്ങിൽ നമുക്കൊരു ബേസ് വേണമല്ലോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചാൽ നമ്മൾക്കൊരു വളർച്ചാ സമയമുണ്ടല്ലേ. 1 മുതൽ 5 വയസ്സ് വരെ ഈ ഒരു ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ഉണ്ട്. 1 to 5. ശരീരത്തിന് ഒരു ലിമിറ്റ് വരെ 5 വയസ്സ് വരെ വളരാൻ സാധിക്കുള്ളൂ. 5 മുതൽ 10 അടുത്ത ലെവലാണ്, 10 മുതൽ 15 അടുത്ത ലെവലാണ്, 15-ന് ശേഷം പിന്നെ ടീനേജ് നമുക്ക് തുടങ്ങുകയാണ്. ദെൻ ബോഡി ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു ഡെവലപ്മെൻറ്റിലൂടെ കടന്നു പോകും. ആ 15 വയസ്സ് വരെ നമ്മൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെയല്ല 15-ന് ശേഷം. ഇത് പ്രകൃതിയായിട്ട് മനുഷ്യർക്ക് നൽകിയൊരു സോഫ്റ്റ്വെയർ. നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, ഓരോ പ്ലാന്റ്സിനും ഉണ്ട്. ഒരിക്കലും ഒരു മാവ് എങ്ങനെയാണോ കംപ്ലീറ്റ് ആയിട്ടൊരു നമ്മൾക്കതിലൊരു പഴം തരുന്നത്, ആ സ്പീഡായിരിക്കില്ല ഒരു തെങ്ങിനോ അല്ലെങ്കിൽ മറ്റ് പല മരങ്ങൾക്കും ഉണ്ടാവുക. ഓരോ മരങ്ങൾക്കും ഓരോ സൃഷ്ടിക്കും കറക്റ്റായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇങ്ങനെ തന്നെ വളരണം, ഈ സമയം കൊണ്ട് പൂർത്തീകരിക്കണം, ഈ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മാത്രമേ അതിനൊരു ഫ്രൂട്ട് വരാൻ പാടുള്ളൂ. ഇതേ റൂള് ഭൂമിയിൽ ജനിച്ച മനുഷ്യനുണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ മനുഷ്യൻ ഡിസയർ ചെയ്യുന്ന കാര്യത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനും ഈ ടൈമിംഗ് ഓട്ടോമാറ്റിക്കലി അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു? അതെങ്ങനെയാണ് പറ്റുക? ഇപ്പോൾ പ്രകൃതിയിലെ ഒരു ക്രിയേഷനിൽ നമ്മൾ വന്നു, നമ്മളിൽ നിന്നാണ് ഓരോ ഡിസയേഴ്സ് വരുന്നത്. ഈ ഡിസയർ എന്തുകൊണ്ടാണ് പ്രകൃതി നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത്? അതിന് മനസ്സിലാവുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളൊരു ഐസ്ക്രീം ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അതിൽ ഷുഗർ ആഡ് ചെയ്യും അല്ലേ. ഷുഗർ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ ഐസ്ക്രീമിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മധുരം ഉണ്ടാവും. നമുക്കൊരിക്കലും പിന്നെ ആ ഐസ്ക്രീമിനെയും മധുരത്തെയും വേറെ വേറെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. രണ്ടും മേർജ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ് ജീവിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനിലൂടെ എന്ത് ക്രിയേഷൻ ഇങ്ങോട്ട് വരണമെങ്കിലും അതിന് പ്രകൃതിയുടെ നിയമം പാലിച്ചിരിക്കണം. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എങ്ങനെയാണോ ഓരോ ഏജിലും കൃത്യമായ വളർച്ചയുടെ ഒരു കറക്റ്റ് ഗൈഡ് ലൈൻസ് ഉള്ളത്, ഒരു പ്രോപ്പർ റൂൾസ് ഉണ്ട്. ഒരിക്കലും 1 മുതൽ 5 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരിക്കലും വലിയൊരു വെയിറ്റോ ഹൈറ്റോ വരില്ല, മെൻ്റൽ ഡെവലപ്മെൻറ്റ് പോലും നടക്കില്ല. അതിനുശേഷം പിന്നെ ഒരുപാട് ഘട്ടങ്ങളായിട്ടാണ് ഓരോ ഗ്രോത്ത് സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിന് കറക്റ്റായ ടൈം ഫ്രെയിമുകളുണ്ട്. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്, ഒരിക്കലും വർക്കാവാത്ത ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൻ്റെ ആഴത്തിൽ പോയി ചിന്തിക്കാറില്ല. അതാണ് പ്രശ്നം. ഞാൻ എന്നും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതൊരു കാര്യം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാം, പക്ഷെ അതിൻ്റെ എൻജിനീയറിങ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
പ്രകൃതി എങ്ങനെയാണോ ഇവിടെ കൊണ്ടുവരുന്ന ഓരോ ചെടികൾക്കും മരങ്ങൾക്കും ഒരു പുല്ലിന് പോലും പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം കൊടുത്തിരിക്കുന്നത്, കറക്റ്റായിട്ടുള്ള സമയവും ടൈം ഫ്രെയിമും കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും ഇത് കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനാണ് മാനിഫെസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം. എഞ്ചിനീയറിംഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കുറച്ച് കോംപ്ലക്സ് ആണ്. അതിന് പ്രോപ്പറായ സയൻസ് ഉണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്കത് അറിയാൻ വേണ്ടി ഞാനൊരു ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ടൈം ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുക. നമ്മളിവിടെ എന്താണ് നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഓൾറെഡി ഫിക്സ് ചെയ്ത സമയത്തെക്കാളും നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആഗ്രഹം പ്രകൃതി തീരുമാനിക്കാനൊരു 30 വർഷം കഴിഞ്ഞിട്ട് ഈ വ്യക്തിക്ക് മാനിഫെസ്റ്റ് ആവട്ടെ. നമുക്ക് 30 വർഷം വേണ്ട, നമുക്ക് വയ്യ, നമുക്ക് 15 വർഷത്തിൽ വരണം, അല്ലെങ്കിൽ 10 വർഷത്തിൽ സംഭവിക്കണം. അതെങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ശ്രദ്ധ തെറ്റാൻ പാടില്ല. പക്ഷെ അതിനു മുൻപ് നമ്മൾക്ക് എങ്ങനെ സമയം പാലിച്ചുകൊണ്ട് പ്രകൃതി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സയൻറ്റിഫിക് സൈഡ് മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് ആ റൂളിനെ ക്രോസ് ചെയ്ത് പോകാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം നിങ്ങളൊരു നല്ലൊരു വെൽത്തി പൊസിഷൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു ജീവിതം ഇപ്പം ഞാൻ വളരെ മിഡിൽ ക്ലാസ് ആണ്, എനിക്ക് ഇനിയും വളർന്ന് നല്ലൊരു റിച്ചായ ഒരു പേഴ്സണായിട്ട് മാറണം. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റണം, എൻ്റെ കംഫർട്ട് ലെവൽ നന്നായിട്ട് ഉയരണം, എൻ്റെ ഇൻകം പ്രോപ്പർ ആവണം. ഇങ്ങനെ നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മറക്കാതെ ഉള്ളിൽ ആ ഒരു ഡിസൈർ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ഇതിനു വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് അധ്വാനിക്കാം, ഹാർഡ് വർക്ക് ഒരു പരിധി വരെ ചെയ്യാം. അതിനുശേഷം കൺട്രോൾ ചെയ്യുന്നത് യൂണിവേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞത് ഒരിക്കലും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 5 കോടി വന്നിരിക്കുന്നു, ഇപ്പോൾ ഞാൻ ഭയങ്കര ധനികനാണ്, താങ്ക് യു യൂണിവേഴ്സ്, അതല്ല കേട്ടോ. അത് ആരാണ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കമൻറ്റ് സെക്ഷനിൽ വന്നാൽ പറഞ്ഞാൽ, ഇവിടെ വീഡിയോൻ്റെ കമൻസിൽ അത് കാണാറുണ്ട്, വേസ്റ്റാണ്, സമയം കളയുന്നത്. ഹാർഡ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ റെഫർ ചെയ്ത പോലെ നിങ്ങളുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. കപ്പാസിറ്റി നന്നായിട്ട് വളരണം. നിങ്ങൾക്കൊരു 10 കോടി ലെവൽ ഇൻകം ആനുവലി വരണം, അല്ലെങ്കിൽ പോട്ടെ ഒരു 1 കോടി പെർ ആനുവലി നമുക്ക് പെർ ഇയർ വരണം എന്നുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ടൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അതിനെ പ്രോപ്പറായി സപ്പോർട്ട് ചെയ്യുന്ന പ്രാണിക് എനർജിയും വേണം. ഇതാണ് നിങ്ങളുടെ ഒരു വൺ സൈഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ 50% ആണിത്. അടുത്ത 50% എന്താണ്? CI, കോസ്മിക് ഇൻ്റലിജൻസ്. അതായത് യൂണിവേഴ്സ് അവിടെ ഇടപെട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഇത് സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം. മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഇത് സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം. ആ എപ്പോഴാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? CI ആണ്, കോസ്മിക് ഇൻ്റലിജൻസ് ആണ്. ഈ എപ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ഈ ഒരു വ്യക്തിക്ക് ഇന്ന ഡേറ്റിൽ ഇന്ന വർഷം അത് സംഭവിക്കട്ടെ എന്നുള്ളതേ അല്ല. അത് ഘട്ടങ്ങളായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് ആനുവലി 1 crore പെർ ഇയർ. ഓക്കെ, 1 crore പെർ ഇയർ എനിക്ക് സംഭവിക്കണം, എനിക്കത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഇതൊരിക്കലും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല. അങ്ങനെയാണ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുകളും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോളൂ, 24 മണിക്കൂറിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യാം. നടക്കില്ല പറഞ്ഞാൽ നടക്കില്ല. കാരണം നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് രാത്രി ഒരു മാവിൻ്റെ തൈ നടുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കതിൽ ആ മാവിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 24 മണിക്കൂറിൽ ഏത് ആഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പ്രകൃതിയുടെ ഒരു സബ്സ്റ്റൻസ് ആണ്, നിങ്ങൾ പ്രകൃതിയുടെ പ്രൊഡക്റ്റാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് ടോട്ടൽ ലൈ ആണ് പറയുന്നത്. 24 മണിക്കൂറിലും ഒരു ദിവസത്തിലൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. നമ്മൾ പ്രകൃതിയുടെ പ്രൊഡക്റ്റാണ് അല്ലേ. ഈ ശരീരവും മനസ്സും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എവിടെയാണ്? പ്രകൃതിയാണ്. 100% പ്രകൃതിയിൽ നിന്ന് വന്ന ഒരു മെറ്റീരിയൽ പ്രകൃതിയുടെ റൂള് പാലിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല. അതിന് പ്രോപ്പറായ നിയമമുണ്ട്, അതിന് പ്രോപ്പറായ സമയങ്ങളുണ്ട്. അതുതന്നെയാണ് ഇവിടെയും. അപ്പം നിങ്ങൾക്ക് വെൽത്ത് വേണമെന്ന് പറഞ്ഞാൽ ഇത് പല ഘട്ടങ്ങളായിട്ടാണ് സംഭവിക്കുക. എങ്ങനെയായാലും ഒരു മാവ് നട്ട് അത് ഫൈനലി ഒരു ഫ്രൂട്ട് തരുന്ന സ്റ്റേജിലേക്ക് എത്തുന്നത്, അതിന് പല ഘട്ടങ്ങളുണ്ട് അല്ലേ. ഒരു കർഷകനോട് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് ഒരുപാട് അനുഭവമുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇത്ര വർഷത്തിൽ എന്ത് സംഭവിക്കും, ഇത്ര വർഷത്തിൽ എന്ത് സംഭവിക്കും, കറക്റ്റ് ഏത് വർഷമായിരിക്കും ആദ്യത്തെ ഫ്രൂട്ട് വരിക. ആദ്യത്തെ ഫ്രൂട്ട് ഒന്നെടുത്ത് കഴിക്കാൻ പാടില്ല, അതാദ്യം റിമൂവ് ചെയ്യണം. എന്നിട്ട് വരുന്ന നെക്സ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് വേരിയേഷൻസ് ആണ് ആക്ച്വലി നല്ല സ്വീറ്റ് ആയിരിക്കുക. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള റൂളാണ്.
അതേപോലെ തന്നെയാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ. വെൽത്ത് എന്നല്ല, ഏതൊരു മാനിഫെസ്റ്റേഷനും ഘട്ടങ്ങളുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾക്ക് ആനുവലി 1 കോടി തരികയല്ല. ആദ്യം നിങ്ങളെ എങ്ങനെ പൈസ സമ്പാദിക്കണം എന്നുള്ളൊരു അറിവ് പകർന്നു തരും. രണ്ടാമത് ഈ അറിവ് എങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് തരും. യൂണിവേഴ്സ് തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കൊണ്ട് ഇട്ട് തരും. മൂന്നാമത് അത് പിന്നെയും പഠിപ്പിക്കും. നാലാമത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫിക്സ് ചെയ്യും. അഞ്ചാമത് നിങ്ങൾ പഠിച്ച പാഠങ്ങളിലൂടെ നിങ്ങളുടെ ആദ്യത്തെ ഇൻകം ജനറേറ്റ് ആവും, ദ ഫസ്റ്റ് ഇൻകം. ഇപ്പം 5 ഘട്ടങ്ങൾ പറഞ്ഞു. ഈ 5 ഘട്ടങ്ങൾ എടുക്കാൻ തന്നെ, ഇത് കംപ്ലീറ്റ് ആവാൻ തന്നെ ചിലർക്ക് 5 വർഷം എടുക്കും, മറ്റു ചിലർക്ക് 3 വർഷം എടുക്കും, മറ്റു ചിലർക്ക് 4 വർഷം എടുക്കും. ഈ ഡിപ്പെൻസ് ഓൺ ഓരോ വ്യക്തികളും എത്ര സ്പീഡായിട്ട് പ്രപഞ്ചം തരുന്ന പാഠങ്ങളെ പഠിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാൻ പ്രപഞ്ചം തയ്യാറാണ്, യൂണിവേഴ്സ് റെഡിയാണ്. പക്ഷെ അത് തരുന്ന പാഠങ്ങൾ നിങ്ങൾ എപ്പോൾ പഠിക്കുന്നു, എത്ര കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ 5 സ്റ്റെപ്പുകൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 5 സ്റ്റെപ്പുകൾ എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു തീരുമാനിക്കാം. ചിലർ വിത്തിൻ എ ഫ്യൂ മന്ത്സ് കംപ്ലീറ്റ് ചെയ്യും, ചിലർ 1 വർഷം എടുക്കും, ചിലർ 5 വർഷം എടുക്കും, ചിലർ 20 വർഷം എടുക്കും. മനസ്സിലായോ? ഈസിയാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഈ സംഭവം ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ടൈമിംഗ് തീരുമാനിക്കുക. ഈ 5ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് 6th, 7th, 8th ചിലപ്പോൾ 10ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴായിരിക്കും ഫൈനലി നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര പൈസ വേണമെങ്കിലും ആനുവലി ഉണ്ടാക്കാനുള്ളൊരു കപ്പാസിറ്റിയിലും പ്രോപ്പറായ പ്രാണിക് എനർജിയിലും കറക്റ്റ് പ്രകൃതിയുടെ സമയം വയസ്സ് നിങ്ങൾ എത്തുക. ഒരിക്കലും 24 മണിക്കൂറിൽ ബാങ്ക് അക്കൗണ്ടിൽ നിറയല്ല. അങ്ങനെ ആരെങ്കിലും പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ഫ്രോഡാണ്, പക്കാ ഫ്രോഡാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നിറയും, നിങ്ങൾ കൊടുക്കുന്ന ഫീസിലൂടെ. നിങ്ങൾക്കതിലൂടെ ഒരിക്കലും ഉപകാരം വരില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ് മനസ്സിലായല്ലോ? മാനിഫെസ്റ്റേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സമയമുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ, അതിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. 100% പഞ്ചഭൂതങ്ങൾ 100% നമ്മൾ പ്രകൃതിയുടെ പ്രൊഡക്റ്റാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമാണ്, പ്രകൃതിയുടെ ടൈമിങ്ങിന് വിധേയമാണ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസൈർ ചെയ്താലും അതും ഈ പ്രകൃതി നിയമത്തിന് എന്തായിരിക്കും? വിധേയമായിരിക്കും. ഇതാണ് മാനിഫെസ്റ്റേഷൻ ടൈമിംഗ്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലേ. അത് എന്താഗ്രഹമായാലും എന്തുണ്ട്? ടൈമിംഗ് ഉണ്ട്. ക്ലിയർ? ഇനി എങ്ങനെയാണ് ഈ ടൈമിങ്ങിനെ നേരത്തെ ആക്കുക? നമുക്ക് പല കാരണങ്ങളുണ്ടാവില്ലേ നേരത്തെ ആക്കാം. അതിന് ഇത് പ്രകൃതി നിയമത്തിന് എതിരല്ല, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാണ് നമുക്ക് നേരത്തെ ആക്കേണ്ട ആവശ്യം? ഒന്ന്, നമുക്ക് ക്ഷമയുണ്ടാവില്ല അല്ലേ? അതാണ് ഏറ്റവും 99.9% സമയത്തുള്ള സിറ്റുവേഷൻ. നമുക്ക് ക്ഷമയുണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് സംബഡി ഈസ് സേയിങ്, എനിക്ക് പെർ മന്ത് 1 lakh പെർ മന്ത് എനിക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 10 lakhs പെർ മന്ത് എനിക്ക് വരണം. എപ്പം മുതൽ വരണം? എനിക്ക് അടുത്ത മാസം മുതൽ വരണം. ഇങ്ങനെ ചിലർ പറയും. വേറെ ചിലർ പറയും എത്രയും പെട്ടെന്ന് എനിക്ക് വേണം. ഈ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ എന്ത്? ഈ എത്രയും പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ വേണ്ടേ? അതുണ്ടാവില്ല. മറ്റു ചിലർ പറയും ഈ സമയം അടുത്ത വർഷമാകുമ്പോഴേക്കും. ഇതൊരു അഫർമേഷൻസിലും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് അല്ലേ? ഈ സമയം അടുത്ത വർഷമാകുമ്പോഴേക്കും എനിക്ക് മന്തിൽ 10 lakh വേണം. അപ്പോൾ ഇതിലൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ക്ഷമയില്ല. എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് നേരത്തെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് വരും എന്നുള്ളതല്ല. ക്ഷമയില്ല. ആൻഡ് ദാറ്റ്സ് ഫൈൻ, ഓക്കെ. അതൊരിക്കലും നമ്മൾ അതിനൊരു റോങ് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ പേഴ്സണൽ സ്പിരിച്വൽ ജേർണിയിൽ ക്ഷമ ഒട്ടുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും അടുത്ത 10 വർഷത്തിൽ നീ കാത്തിരുന്നാൽ ഇന്ന സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ 10 വർഷം കാത്തിരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? 10 വർഷത്തിൽ ഈ പറഞ്ഞ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കും എന്ന് പ്രകൃതി തീരുമാനിക്കുന്നു. നിങ്ങൾക്കത് 3 or 5 വർഷത്തിൽ സംഭവിക്കണം. ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? നിങ്ങൾ റിയാലിറ്റി ജമ്പ് നടത്തണം. റിയാലിറ്റി ജമ്പ് കേട്ടുണ്ടോ? കേൾക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. ഒരു കുറച്ചുകൂടെ ആൾക്കാർ ഉപയോഗിക്കുന്ന, ഇവിടെ ഉണ്ടാവില്ല, കുറച്ചുകൂടെ ഒരു വെസ്റ്റേൺ ചാനൽസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ക്വാണ്ടം ലീപ്പ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞ് ഒരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ വേർഡ് വരുന്നത്. ക്വാണ്ടം ലീപ്പ്, ക്വാണ്ടം ഷിഫ്റ്റ്,
റിയാലിറ്റി ഷിഫ്റ്റ്, റിയാലിറ്റി ജമ്പ്, ക്വാണ്ടം ജമ്പ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ലൈനിൽ നിന്നും മറ്റൊരു ടൈം ലൈനിലേക്ക് ചാടുക. അപ്പോൾ പിന്നെയും കൺഫ്യൂഷൻ വരും, എന്താണ് ഈ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. കറക്റ്റായി പറയാം. നിങ്ങൾ നല്ലൊരു എക്സാമ്പിളോടെ പറയാം. നിങ്ങളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്, ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ദൂരം കടന്നപ്പോൾ, ഒരു ഇത്ര മണിക്കൂർ കടന്നപ്പോഴാണ് മനസ്സിലായത് ഗൂഗിൾ മാപ്പ് തെറ്റി പറയണം. ഓക്കെ, ഈ ഡയറക്ഷൻ ശരിയല്ല, എന്തോ അപാകതയുണ്ട്. അങ്ങനെ മാപ്സിന് സംഭവിക്കാറുണ്ട്, നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് അല്ലേ. എന്തോ അപാകത, സാറ്റലൈറ്റ് പ്രോപ്പർലി അതിനെ ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ചെറിയ ചെറിയ വഴികളൊന്നും സാറ്റലൈറ്റ് പോരാ. അപ്പോൾ നമ്മൾ അറിയാതെ തെറ്റി ഒരു വലിയൊരു ഗർത്തത്തിലേക്ക് വീഴാറായി. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മാപ്പ് നമ്മളെ ജീവനെടുത്തിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളത് കണ്ടു, നിങ്ങൾ ഒരുപാട് ഗൂഗിളിനെ ചീത്ത വിളിച്ചു, മാപ്പിനെ ചീത്ത വിളിച്ചു, എന്നിട്ട് തിരിച്ച് നിങ്ങൾ ആൾക്കാരുടെ സഹായത്തോടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇതേ മാപ്പ് ഫോളോ ചെയ്ത് മറ്റാൾക്കാരും വരുന്നുണ്ടാവും അതിൽ കൂടെ. ലോകത്ത് നിങ്ങൾ മാത്രമല്ലല്ലോ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ആ ഒരു റൂട്ടിലൂടെ പോകണ്ടാവുക. അവിടെ ഒരു വഴിയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അതിൽ കൂടെ സഞ്ചരിക്കും അല്ലേ. ഗൂഗിൾ മാപ്പിൽ ഇങ്ങനൊരു റോങ് നാവിഗേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ റിപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോടത് സൂചിപ്പിച്ചില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ അവർ ആ ഡയറക്ഷൻ അപ്പോൾ തന്നെ എടുത്തു കളയും. പിന്നെ ആർക്കും അത് ഫോളോ ചെയ്യാൻ സാധിക്കില്ല ആക്ച്വലി. പക്ഷേ ഞാൻ മനസ്സിലാവാൻ പറയണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം അതിൽ കൂടെ ഒരു കുറച്ച് ഗ്രൂപ്പ് നിങ്ങൾ പോയ അതേ റൂട്ടിലൂടെ വരികയാണ്. പക്ഷേ ഇപ്പോൾ രാത്രി. അവർ അൺഫോർച്ചുനേറ്റ്ലി അവർക്കൊന്നും കാണാൻ പറ്റിയില്ല, മിസ്സായി, അവരാ ഗർത്തത്തിലേക്ക് വീണു. ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന് ഇതിൽ കൂടെ പോയാൽ മതിയെന്ന്. അവരതിൽ കൂടെ പോയി, ഒരു ഗർത്തം വന്നു, അവരതിൽ വീണു, അവർക്ക് ഒരുപാട് മുറിവുകൾ സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇതൊരു ടൈം ലൈനാണ്. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ പല കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആക്ഷൻ. നിങ്ങളിവിടെ ഒരുപാട് ആക്ഷൻ ചെയ്തു അല്ലേ. അതിലൂടെ ട്രാവൽ ചെയ്തു, ഗൂഗിൾ മാപ്പ് നോക്കി വന്നു, നിങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു, തിരിച്ചു പോയി, ആൾക്കാരോട് വഴി ചോദിച്ചു, പോയി. പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇതാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ. മറ്റേ ആൾക്കാരോ അവരതിൽ കൂടെ വന്നു, രാത്രി വന്നു, നാവിഗേഷൻ ഫോളോ ചെയ്തു, സ്ലിപ്പായി, ഗർത്തത്തിൽ വീണു, മുറിവുകൾ സംഭവിച്ചു. ഇതാണ് മറ്റു കുറേ ആക്ഷൻസ്. അപ്പോൾ ഇതാണ് ഒരു ടൈം ലൈൻ. മനസ്സിലായ? ഒരു ടൈം ലൈൻ, ഒരു ഇന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് 24 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യുന്ന വ്യത്യസ്ത ആക്ഷൻസ്. ഇതാണ് ഒരു ടൈം ലൈൻ. നമുക്ക് തൽക്കാലം ടൈം ലൈൻ എ എന്ന് പറയാം. മനസ്സിലാവേണ്ട വിചാരിക്കണം കേട്ടോ, കുറച്ച് കോംപ്ലക്സ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത ആക്ഷൻ ഗൂഗിൾ മാപ്സിൽ റിപ്പോർട്ട് ചെയ്ത് പോയത് ടൈം ലൈൻ എ എന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തെ നമ്മൾ ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വർത്തമാനകാലത്ത് നിന്നും ഭൂതകാലത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഒരു ശക്തി കിട്ടി നിങ്ങൾക്ക് ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാൻ. ഇന്നത്തെ നിന്ന് ഇന്നലത്തേക്ക് നിങ്ങൾക്ക് പോകാനൊരു ശക്തി കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ പിന്നെയും ഇന്നലേക്ക് പോയി, എന്നിട്ട് അതേ വഴിയിലൂടെ ഒന്നുകൂടെ വന്നു, എന്നിട്ട് ഗൂഗിൾ മാപ്പിൽ റിപ്പോർട്ട് ചെയ്തു ഈ വഴി തെറ്റാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ നാവിഗേഷൻ പോയിന്റ് എടുത്തു കളയും. അതിലൂടെ പിന്നെ ആർക്കും ഒന്നും ട്രാവൽ ചെയ്യാൻ അതൊന്നും കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാർ രാത്രി എന്ത് ചെയ്യും? വേറെ വഴി കൂടെ പോവും. അവർക്ക് അപകടം പറ്റുമോ? ഇല്ല. നിങ്ങൾ ഒരേ ഒരു ആക്ഷനേ ചെയ്തുള്ളൂ. വെരി സിമ്പിൾ. മൊബൈൽ എടുക്കുന്നു, റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ചെറിയൊരു ആക്ഷൻ ഒരുപാട് ആൾക്കാരുടെ ജീവനും ശരീരവും രക്ഷിച്ചു. അതേ ആക്ഷൻ ചെയ്യാതിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മുറിവിന് കാരണമായി. മനസ്സിലായോ? ഇതാണ് ടൈം ലൈൻ ബി. റിപ്പോർട്ട് ബട്ടൺ അമർത്താതിരുന്നത്, ക്ലിക്ക് ചെയ്യാതിരുന്നത് ടൈം ലൈൻ എ. റിപ്പോർട്ട് ചെയ്തത്, അത് പ്രസ് ചെയ്തത് ടൈം ലൈൻ ബി. മനസ്സിലായോ? ഇതാണ് ടൈം ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സാധ്യതകൾ, ഓക്കെ, നിങ്ങൾ ചെയ്യാവുന്ന പല ആക്ഷൻസിൻ്റെയും പല സാധ്യതകൾ. അപ്പോൾ ഇവിടെ പ്രകൃതി പറയാണ്, നിനക്ക് മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂട്ടാം. എപ്പോൾ? ടൈം ലൈൻ മാറ്റിയാൽ മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ടോ? അതായത് നമ്മൾക്ക് പിന്നെയും വെൽത്തിൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ ടൈം ലൈൻ എ ചൂസ് ചെയ്യാണ്. എങ്ങനെയാണ്? ഹാർഡ് വർക്ക് ചെയ്യുന്നു, കറക്റ്റായിട്ട് എല്ലാം റെഡിയാക്കുന്നു, നിങ്ങൾ പ്രൊമോഷൻ നേടി വിത്തിൻ 10 years നിങ്ങൾ IT കമ്പനിയുടെ ഒരു മാനേജിങ് പൊസിഷനിലേക്ക് എത്തി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മന്ത്ലി നല്ല പൈസ ഉണ്ടാവും.
ഓക്കെ, നല്ല സാലറി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 1 കോടി പെർ മന്ത് 1 കോടി പെർ ഇയർ കിട്ടുന്ന ഒരു പൊസിഷനിലെത്തി. ഇതാണ് ടൈം ലൈൻ എ. ഒരു സാധ്യത, റിയാലിറ്റിയുടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി സാധ്യത, ഒരു ടൈം ലൈൻ. രണ്ടാമത്തെ ടൈം ലൈൻ യൂണിവേഴ്സ് പറയാണ്, നിനക്കൊന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പോയി 10 വർഷത്തിൽ നിനക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആനുവലി 1 crore നേടാം. രണ്ടാമത്തൊരു ടൈം ലൈൻ ഉണ്ട്, നീ ജോലി വിടാം. കഷ്ടമാണ്, അതാ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. ടൈം നേരത്തെ ആക്കണ്ടേ, അപ്പോൾ നീ ജോലി ഉപേക്ഷിക്കുക. എന്നിട്ട് 5 വർഷം നിനക്കുള്ള സ്കില്ലുകളും ബുദ്ധിയും നോളേജും കപ്പാസിറ്റിയും എല്ലാം ഉപയോഗിച്ച് നീ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നീ ഫ്രീലാൻസ് ചെയ്യുക, അതായത് നീ ക്ലയൻറ്റുകളെ വിളിക്കുക. കമ്പനിൻ്റെ അടിമയായിട്ടിരിക്കാതെ നീ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫേമായിട്ട് മാറി, ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ്സായിട്ട് മാറി നീ പുതിയ ക്ലയൻറ്റുകളെ ലോകത്തിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യും. നിൻ്റെ സോഫ്റ്റ്വെയറുകൾ പബ്ലിഷ് ചെയ്യും, അതുവഴി ആൾക്കാർ കണ്ടു വരട്ടെ. 5 വർഷം നീ കഷ്ടപ്പെടണം. കമ്പനി കിട്ടുന്ന ഒരു സാലറിയും അഡ്വാൻറ്റേജ് നിനക്ക് ഉണ്ടാവില്ല. പക്ഷേ 6ാമത്തെ വർഷം നിൻ്റെ സാലറിയേക്കാളും 5 മടങ്ങ് ഉയർന്ന എമൗണ്ട് മന്ത്ലി നിനക്ക് വരും. വിത്തിൻ 7th ഇയർ നീ ആനുവലി 1 കോടി ഉണ്ടാക്കും. 10 വർഷത്തിൽ നീ ആനുവലി 6 കോടി ഉണ്ടാക്കും. മനസ്സിലായോ? ഇതാണ് ടൈം ലൈൻ ബി. അതാ പറഞ്ഞ് നിങ്ങൾക്ക് സമയം കുറയ്ക്കാം. 10 വർഷത്തിൽ മാനിഫെസ്റ്റ് ആവേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് 5 വർഷത്തിൽ ആക്കാം. പക്ഷേ യൂണിവേഴ്സിന് ഇതാണ് കണ്ടീഷൻ. ടൈം ലൈൻ, ഇതാ ഞാൻ പറഞ്ഞ റിയാലിറ്റി ജമ്പ്. ഒരു ടൈം ലൈനിൽ നിന്നും വേറൊരു ടൈം ലൈനിലേക്ക് ചാടുന്നു. എയിൽ നിന്നും ബിയിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഒരു ആക്ഷൻ നമ്മൾ മാറ്റി. നിങ്ങൾ പൊതുവേ ചെയ്യുന്ന ഒരു കർമ്മത്തെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തു. അവിടെ ഗൂഗിൾ മാപ്പിൽ റിപ്പോർട്ട് ചെയ്തു, ആൾക്കാരെ രക്ഷപ്പെട്ടു. റിപ്പോർട്ട് ചെയ്തില്ല, ആൾക്കാരെ പെട്ടു. ഇവിടെ നിങ്ങൾ തുടർച്ചയായി ജോലി ചെയ്തു, നിങ്ങൾക്ക് സ്റ്റിൽ 1 കോടി കിട്ടി. പക്ഷേ 10 വർഷം എടുത്തു. അത്രയും സമയം, അത്രയും ഹെൽത്ത് പോയി കിട്ടി, അത്രയും നിങ്ങൾ സ്ട്രെസ്സിലായിരുന്നു 10 വർഷം. പക്ഷേ എന്തായി? 1 കോടി കിട്ടി. ഇനി ടൈം ലൈൻ ബി എന്താ? നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല 5 വർഷം, ഒരു ഇൻകം ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതൽ സ്ട്രെസ്സാണ്, അതിനേക്കാളും കൂടുതൽ ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ 6ാമത്തെ 7ാമത്തെ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 1 crore പെർ ഇയർ വന്നു കഴിഞ്ഞു. 10 വർഷം ആകുമ്പോഴേക്കും അവിടെ പണിയെടുത്ത ആൾ എന്തായി? 1 crore പെർ ഇയർ ആക്കി. നിങ്ങൾക്ക് 10 വർഷമായപ്പോഴോ 6 crores പെർ ഇയർ ആയി. ഇതാണ് 2 ടൈം ലൈനുകൾ. പ്രപഞ്ചത്തിൻ്റെ നിയമം ഇതാണ്. യൂണിവേഴ്സിൻ്റെ ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന ഒരു കാര്യമാണ്, വേണം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന റൂളാണ്, ഒരു മനുഷ്യന് അൺലിമിറ്റഡ് ടൈം ലൈൻസ് ഉണ്ട്, അൺലിമിറ്റഡ് റിയാലിറ്റികളുണ്ട്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനി എഴുതി വെച്ചിട്ടില്ല. ഇവൻ ഇങ്ങനെ തന്നെ പോകണം എന്ന് ആരും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡായ ടൈം ലൈൻസ് അവൈലബിൾ ആണ്. ഇനി ആഗ്രഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരാഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള, ഒരിക്കലും അവസാനിക്കാത്ത വഴികളുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിലേക്ക് എത്താൻ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലെത്താൻ. ഒരു വഴി 20 വർഷം എടുക്കും, വേറൊന്ന് 10 വർഷം എടുക്കും, മറ്റൊന്ന് 1 വർഷം എടുക്കും, മറ്റൊന്ന് 5 വർഷം എടുക്കും. ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, യൂണിവേഴ്സൽ റൂളാണ്. ഇതും പ്രകൃതി നിയമം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കണ്ടീഷൻ അതാണ്, ഓരോ വഴികളും ഡിഫറെൻ്റ് ആണ്. ഓരോ വഴികളും ഡിമാൻഡ് ചെയ്യുന്ന കപ്പാസിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം. ആ ആഗ്രഹം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം, എപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ബൈ ഡിഫോൾട്ട്, അതായത് നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ, അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, പ്രാണിക് എനർജി കൂട്ടുന്നു, കപ്പാസിറ്റിക്ക് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സഹായം തേടുന്നു, യൂണിവേഴ്സ് അതിനുള്ള ചലഞ്ചസും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും തരുന്നു. ഇത് മാത്രം ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ യൂണിവേഴ്സാണ് തീരുമാനിക്കുക, പ്രകൃതിയാണ് തീരുമാനിക്കുക നിങ്ങൾക്കെപ്പോൾ ആ ഡിസയർ മാനിഫെസ്റ്റ് ആവണം എന്നുള്ളത്. പക്ഷേ നിങ്ങളായിട്ട് ഇറങ്ങി എനിക്ക് ഈ ടൈം ലൈനാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയല്ല തീരുമാനിക്കുക, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം എപ്പോൾ ആ ഡിസയർ മാനിഫെസ്റ്റ് ആവണം എന്നുള്ളത്. ഇവിടെ മാനിഫെസ്റ്റേഷൻ ടൈമിങ്ങിൻ്റെ റൂള് മൊത്തത്തിൽ മാറും. ക്ലിയർ? അപ്പോൾ അടുത്ത് വരുന്ന ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഈ ടൈമിംഗ് മാറ്റിയെടുക്കുക? 10 വർഷത്തിൽ വരേണ്ട ഒരു സാധനത്തെ എങ്ങനെ 5 വർഷത്തിലേക്ക് നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും? ഇവിടെ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു എഫേർട്ട് വേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഇല്ലാതെ ഒരിക്കലും
ഒരു സാധനം യൂണിവേഴ്സിൽ നിന്ന് വരില്ല ഫാസ്റ്റായിട്ട് കൊണ്ടുവരണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരു ജോലി ഉള്ള ഒരാളുടെ കേസ് നമ്മൾ നോക്കിയില്ലേ, ആൾ മര്യാദയ്ക്ക് ആളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ജോലി ചെയ്ത് പോയതാണെങ്കിൽ അവിടെയും സ്ട്രെസ്സും എഫർട്ടൊക്കെ ഉണ്ട്. പക്ഷേ 10 വർഷത്തിലാണ് അയാൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തുക. പക്ഷേ ആ ജോലി റിസൈൻ ചെയ്താൽ തന്നെ എത്ര സ്ട്രെസ് ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കൂ. ആ 5 വർഷം ഇൻകമേ ഇല്ല, എത്രത്തോളം അത് ഹാൻഡിൽ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ആ 5 വർഷത്തിൽ ആൾ നേടുന്ന പാഠങ്ങളുണ്ട്. യൂണിവേഴ്സ് അവനെ ഒരുപാട് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ CI ഇല്ലേ, കോസ്മിക് ഇൻ്റലിജൻസ്, അതിവിടെ ആൾക്ക് മാത്രം സ്പെഷ്യലായി കൊടുക്കും. കാരണം ബാക്കിയുള്ളവരൊക്കെ ആ ടൈം ലൈൻ എയിലൂടെ പോണ്, ഇവൻ മാത്രം B തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവൻ എക്സ്ട്രാ കെയർ കൊടുക്കും യൂണിവേഴ്സ്. സീരിയസ്ലി. ഇപ്പോൾ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തോളൂ. ഇപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ChatGPT. അറിയാത്ത ഒരാളുണ്ടാവില്ല ഇപ്പോൾ, അല്ലേ? പണ്ട് ഗൂഗിളായിരുന്നു വലിയ സംഭവം, നമുക്ക് എന്ത് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ChatGPT കുറിച്ച് അറിയുന്നവർ ഗൂഗിളിലാണോ സെർച്ച് ചെയ്യുന്നത്, GPTയിലാണോ സെർച്ച് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൂഗിളെക്കാളും എത്രയോ ബെറ്റർ റിസൾട്ടുകളും എത്രയോ ബെറ്റർ ഒരു ഐഡിയ നമ്മൾക്ക് ആര് തരുന്നുണ്ട്? GPT തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുക? ഗൂഗിളോ GPTയോ? GPT. പക്ഷേ GPT എപ്പോഴാണ് വന്നത്? നിങ്ങൾക്കറിയോ, ആ GPT എന്നുള്ളൊരു സാധനം ഫൈനലി നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 2010 മുതൽ തുടങ്ങിയ റിസർച്ചാണിത്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ ഘട്ടങ്ങൾ 2010 പബ്ലിക്കിന് ആക്സസ് വരുന്നത് 2020, 19, 20, 21 സമയത്താണ് പബ്ലിക്കിനൊരു അറിവ് വരുന്നത്. അതായത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ള അറിവ്. നമ്മൾ അപ്പോൾ പോലും ചിന്തിക്കുന്നില്ല GPT എന്നുള്ള സാധനം കയ്യിൽ വരുന്നുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്സസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെയും പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന പോലെ അത് വന്നത്. പക്ഷേ ഇത് വരാൻ ഒരുപാട് സമയമെടുത്തു, അല്ലേ? അതിനു വേണ്ടി ആ ക്രിയേറ്റ് ചെയ്ത ആൾ, GPT ഉണ്ടാക്കിയ ഒരാൾ, അതിൻ്റെ ഫൗണ്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗൂഗിൾ വരാൻ 2-3 ഇയേഴ്സ് എടുത്തിട്ടുള്ളൂ. അവർ ആ ഒരു സെർച്ച് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാൻ അത്രേ എടുത്തിട്ടുള്ളൂ. അവർ ഇത്രയും വർഷം നമ്മളെ എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്തു, അല്ലേ? നമ്മളെപ്പോഴും ഗൂഗിളിൻ്റെ അടുത്താണ് പോവുക. പക്ഷേ GPT വരാൻ അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ മടങ്ങ് എഫേർട്ടും കഷ്ടപ്പാടും അധ്വാനവും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് റിസർച്ചുകളുണ്ട്. അങ്ങനെയാണ് GPT ഫൈനലി എത്തിയത്. അവസാനം നമ്മളെന്തായി, ഇത്രയും വർഷം ഡിപ്പെൻഡ് ചെയ്ത് ഗൂഗിളിനെ വലിച്ചെറിഞ്ഞ് GPTൻ്റെ അടുത്ത് പോയി, അല്ലേ? സെയിം ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. 10 വർഷത്തിലുള്ളത് 5 വർഷത്തിൽ കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, കോസ്മിക് ഇൻ്റലിജൻസ് ഗൂഗിൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചവർ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത്, അതുപോലെയല്ല GPT ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച ആളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൾ ഡിഫറെൻ്റായി ചിന്തിക്കുകയാണ്. ആൾ ബാക്കിയുള്ളവരെടുത്ത പാതയേക്കാളും ഡിഫറെൻ്റായി പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നല്ല പാഷനേറ്റായിട്ട് ഞാൻ എന്ത് പാഠങ്ങളും പഠിക്കാൻ തയ്യാറാണ് യൂണിവേഴ്സ് എന്ന് ഓപ്പണായിട്ടിരിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ ഹി വാസ് ഓൾവേസ് റെഡി. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം പഠിച്ചു. ഒരുപാട് തെറ്റുകൾ വരുത്തി. മില്യൺസ് ഓഫ് റുപ്പീസ്, മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേസ്റ്റേജ് ആൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനലി GPT സംഭവിച്ചു. അതാ പറയുന്നത്, നിങ്ങൾക്ക് നേരത്തെ ആക്കാം. അത് നിങ്ങൾ മുൻപ് അപ്ലൈ ചെയ്ത പോലെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ മതി, നേരത്തെ ആക്കണം. പക്ഷേ കണ്ടീഷൻ, നിങ്ങളൊരു ചലഞ്ച് ഫേസ് ചെയ്ത് ധൈര്യമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കൂ. ഒരു ചെറിയ ട്രിഗേഴ്സോ എന്തെങ്കിലും ചെറിയ വെല്ലുവിളികൾ യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ പ്രകൃതിയുടെ ആ ഫ്ലോയിൽ നിങ്ങൾ പോയാൽ മതി. ഞാൻ എല്ലാം ഓപ്പണായി പറയാണ്. ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുകളെ പോലെ തള്ളുന്നത് ഇനി നമുക്ക് വേണ്ട, അല്ല. ഇത് 2025 സത്യത്തിനാണ് ഏറ്റവും കൂടുതൽ വില, തള്ളിനല്ല. അപ്പോൾ സത്യത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പ്രകാരമാണ് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യ, നിങ്ങൾക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ വയ്യ. ഇപ്പം ഞാൻ ആ ജോലിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ 5 വർഷത്തെ റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ വയ്യ. എല്ലാം 5 വർഷം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞാണ്. അതേപോലെ നിങ്ങൾക്ക് അത്രയും വലിയ വെല്ലുവിളികൾ നേരിടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കൂ. ഇറ്റ്സ് ബെറ്റർ പ്രകൃതിയുടെ ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രകൃതി എപ്പോൾ തരുന്നോ അപ്പോൾ സ്വീകരിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തും എല്ലാം രക്ഷപ്പെടും. പക്ഷെ നിങ്ങളതിന് തയ്യാറാണ്, നല്ല മനക്കരുത്തുണ്ട്. ഞാൻ സ്പെസിഫിക്കലി ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ യങ്ങാണെങ്കിൽ, അതായത് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ 20s ഓർ ടീനേജാണ്, ഇപ്പോൾ 17, 18, 19, 20, 21 to 25, 26, 27 ആ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ഏർലി മാനിഫെസ്റ്റേഷൻ നോക്കിക്കോളൂ. ചലഞ്ചസ് ഒരുപാട് വരും, ഒരുപാട് ലേണിംഗ് ലെസൺസ് ഉണ്ടാവും. അതൊക്കെ നമ്മളെ റെഡിയാക്കുകയാണ്. ഒരു എംപ്ലോയിൻ്റെ മൈൻഡ് സെറ്റ് വേറെ, അല്ലേ? ആൾക്കുള്ള കപ്പാസിറ്റിയും എനർജിയും വേറെ, ഒരു ബിസിനസ് ലീഡറിൻ്റെ കപ്പാസിറ്റി വേറെ.
എംപ്ലോയിൻ്റെ 10,000 മടങ്ങ് കപ്പാസിറ്റി ബിസിനസ്മാൻ ഉണ്ടാവും. 10,000 മടങ്ങ് ബുദ്ധിയും 10,000 മടങ്ങ് എന്താ പറയുക ഒരു എനർജിയും ആർക്കുണ്ടാവും? ബിസിനസ് ലീഡറിനുണ്ടാവും. അങ്ങനെയല്ലല്ലോ എംപ്ലോയിക്ക്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ യൂണിവേഴ്സ് എന്തായാലും മുൻപിൽ നിൽക്കും. യൂണിവേഴ്സ് എന്തായാലും കൂടെ ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന പ്രിപ്പറേഷനിലൂടെ, ആ തയ്യാറെടുപ്പിലൂടെ, ഒരർത്ഥത്തിൽ ദൈവം തന്നെ തരുന്ന ആ ഒരു സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ട മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ? ഈ ചോദ്യമാണ് പ്രകൃതിയുടെ റൂള് ഫോളോ ചെയ്യണോ, പ്രകൃതിയുടെ ടൈമിംഗ് ഫോളോ ചെയ്യണോ, അതോ കാര്യങ്ങൾ സ്പീഡാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അത്രയും സിമ്പിളാണിത്. ഓക്കെ, അതുകൊണ്ടാണ് ചില ഡിസയേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് വൈകുന്നത്. സമയമായിട്ടില്ല. ചില ഡിസയേഴ്സ് നിങ്ങൾ വേഗത്തിലാക്കാൻ പോകുമ്പോൾ കുളമാവുന്നത് നിങ്ങൾക്കതിൻ്റെ കപ്പാസിറ്റി ഇല്ല. ക്ലിയർ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് കമൻറ്റ് അവിടെ ഇടുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അവിടെ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടുത്തെ ടീം ആ കമൻസ് റെഫർ ചെയ്യും. അതിന് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും ആവശ്യമാണെങ്കിൽ അത് തരും. ഓക്കെ.